ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയൊരു പ്രൊമോയുടെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് വന്ന ഒരു പ്രൊമോ ഒരു ഒരു ലോങ് പ്രൊമോ അല്ല വന്നിട്ടുള്ള ഒരു ഷോർട്ട് പ്രൊമോ ആയിരുന്നു. പക്ഷെ എങ്കിലും വളരെ നല്ലൊരു പ്രൊമോ തന്നെയായിരുന്നു വന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളും ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ട് നമുക്ക് പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകാം അല്ലേ? അതല്ലേ നല്ലത്? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് അഞ്ജലി നമുക്കറിയാം, കോടതിയിൽ ഇന്ന് പോയ ശേഷം ഡോക്ടറെ കാണാനും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ചികിത്സയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അഞ്ജലിയോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ ചികിത്സയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ അതിനൊരു പോംവഴി എന്ന നിലയ്ക്ക് ഒരു മരുന്നുണ്ട്. ആ മരുന്ന് ഒരു കുറച്ച് എന്താ പറയുക, ഒരു കോഴ്സ് പോലെ ചെയ്യുന്ന മരുന്നാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ആ മരുന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ ഈ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ അച്ഛന്റെ അസുഖങ്ങളൊക്കെ മാറും എന്നാണ് ഡോക്ടർ ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്പറേഷനെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു തുക കുറവാണ്. എന്നാൽ നമ്മുടെ അഞ്ജലിയുടെ അവസ്ഥ വെച്ച് അതുപോലും വലിയൊരു തുക തന്നെയാണ്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അഞ്ജലിയോട് ഡോക്ടർ എന്താണെങ്കിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു പോവും വഴി ശരിക്കും പറഞ്ഞാൽ അഞ്ജലിക്ക് മുമ്പിൽ തെളിഞ്ഞിട്ടുണ്ട് അല്ലെ. ഇപ്പൊ അഞ്ജലി ഓൾറെഡി കോടതിയിൽ വെച്ച് ഈ ഹരീന്ദ്രനുമായിട്ട് ചെറിയൊരു സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഈ പത്മ കേസിൽ ഈ പത്മ ഇപ്പോൾ മിസ്സിംഗ് ആണ്. ആ മിസ്സിങ്ങിന് പിന്നില് അഞ്ജലി ആണെന്ന് ഹരീന്ദ്രൻ പറയുന്നുണ്ട് അല്ലെ. ആക്ച്വലി അഞ്ജലി ഒന്നും അല്ല അതിന്റെ പിന്നിൽ നിന്ന് നമുക്കറിയാം. കാരണം പത്മയും മിസ്സിംഗ് ആയി ബന്ധപ്പെട്ട് എന്തോരം നമ്മുടെ അഞ്ജലി തപ്പി നടന്നാണ് കൂട്ടുകാരിയുടെ ഒപ്പം. അതുപോലെ അർജുൻ തപ്പി നടന്നു. അപ്പോഴൊന്നും അഞ്ജലിനെ ലഭിച്ചിട്ടില്ല. ഒരിക്കലും അഞ്ജലിയാണ് നമ്മുടെ പത്മയെ ഒളിപ്പിച്ചതെങ്കിൽ അഞ്ജലിക്ക് ഇങ്ങനെ തപ്പി നടക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷെ രാഘവനുണ്ണിയും ഈ ഹരിയും അവരൊക്കെ കുറിപ്പെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് ഈ പത്മയെ ഈ മാറ്റി നിർത്തിയിരിക്കുന്നത്, മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് ഈ നമ്മുടെ അഞ്ജലിയാണെന്ന് കേട്ടോ. എന്താണെങ്കിലും ആ കേസുമായി ബന്ധപ്പെട്ട് പത്മയുടെ മിസ്സിംഗ് കേസിൽ സത്യം പറഞ്ഞാൽ അഞ്ജലിക്ക് ഒരു ബന്ധമില്ല അല്ലെ. അപ്പോൾ അത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡില് വലിയ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, അതായത് അർജുൻ ഇന്ന് നിത്യന് ഒരാളുടെ കൂടെ ഇന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഗോവിന്ദന്റെ മോള് ഒരു വഴിക്കായി കാർത്തിക് പുറകെ നടക്കുന്നു. അതങ്ങനെ ആകെ തകർന്ന ഒരു അവസ്ഥയിലാണ് അവിടെ ഉള്ളത്. അപ്പോഴതാ അർജുൻ ഇന്ന് ഇതാ നിത്യനെ വേറൊരാളുടെ ഒപ്പം, മുകുന്ദന്റെ മോളെ വേറൊരാളുടെ ഒപ്പം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിത്യാണെന്ന് ഏകദേശം നമ്മുടെ അർജുൻ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വിധത്തിൽ നിത്യ ഒഴിഞ്ഞു മാറി നൈസായിട്ട് കളിച്ച് നൈസായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അർജുന് കാര്യം മനസ്സിലായി, ഇതത്ര ശരിയായ പോക്കല്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു സീനും എപ്പിസോഡ് നമ്മൾ കണ്ടു. മുഹൂർത്തന്റെ മകളും ഒരു വഴിക്കായ രീതിയിലാണ്, അതുപോലെ തന്നെ ഗോവിന്ദന്റെ മകളും ഒരു വഴിക്കായ രീതിയിലാണ്. ഗോവിന്ദന്റെ മകളുടെ കാര്യമാണ് വളരെ കഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഈ ഇത്രയും വലിയ ക്രിമിനലായ കാർത്തികിന്റെ പുറകെയാണ് അവൾ നടക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. എന്താണെങ്കിലും ഇങ്ങനെ കുറച്ച് സീനുകൾ കൂടെ ഉണ്ടായിരുന്നു. നമുക്കിനി ഇന്നത്തെ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ ആദ്യം കാട്ടുന്ന സീൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. അതായത് രാഘവൻ ഉണ്ണി തന്റെ സന്തത സഹചാരിയായ ഹരീന്ദ്രനെ മുഖത്തടിച്ച് ഇറക്കി വിടുന്ന ഒരു സീനാണ് പ്രൊമോയിൽ ഇന്ന് ആദ്യം തന്നെ ഉള്ളത് കേട്ടോ. അപ്പൊ വീക്കെൻഡിൽ നമ്മൾ ഈ പ്രോമോ ഓൾറെഡി കണ്ടിരുന്നല്ലേ ഈ സീന്. അതായത് ഹരിയുടെ മുഖത്ത് രാഘവനുണ്ണി ഇറക്കി വിടുന്ന ഒരു സീൻ നമ്മൾ ഓൾറെഡി വീക്കെൻഡ് പ്രോമോയിൽ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ പത്മ കേസുമായി ബന്ധപ്പെട്ട് ഈ ഹാർഡ് ഡിസ്ക് ഹരിനെ ഏൽപ്പിച്ചു. അപ്പൊ ഹാർഡ് ഡിസ്കിന്റെ ഒറിജിനല് നമ്മുടെ അഞ്ജലിയുടെ കയ്യിലെത്തി. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഈ ഹരിനെ അടിച്ചിറക്കി വിടുന്നത് എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വീക്കിന്റെ പ്രൊമോ കണ്ടപ്പോ നമ്മളൊക്കെ വിചാരിച്ചത് അല്ലെ. അപ്പൊ ആ അടി ഇനിയും ബാക്കി കിടക്കുകയാണ് ഹരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പോ സംഭവം അതല്ല. അതായത് രാഘവനുണ്ണി ഹരിയുടെ പറയുന്നുണ്ട്, നീ ഒരു കോമാളി വേഷം കെട്ടി അവിടെ ചെന്നിട്ട് തന്നെ നാണം കെടുത്താനായിട്ട് നീ പോയില്ലെന്നും പറഞ്ഞിട്ടാണ് അടിച്ച് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞ് ഇറക്കി വിടുന്നത് കേട്ടോ. അതായത് സംഭവം ഇന്ന് എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് കോടതിയിൽ നിന്ന് സമൻസ് ആണ് പത്മയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഹരിയുടെ ചിങ്കിടികളെ പറഞ്ഞു കേട്ടോ. അപ്പോ സത്യം പറഞ്ഞ ഒരു തറപ്പണി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മണ്ടം പണി. അപ്പോ അത് കണ്ടപ്പോ ഒരു ലോജിക്കില്ലാത്ത സംഭവം പോലെ തോന്നി കേട്ടോ.
അപ്പൊ അത്രയും വലിയ മണ്ടൻ പണി ഹരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന നമ്മളും പ്രതീക്ഷിച്ചതല്ല. അപ്പൊ പുള്ളി ഓൾറെഡി കോടതിയിൽ വെച്ച് അവരോട് പറയുന്നുണ്ട്, നമുക്കൊരു രാജാജി നഗറില് ചെറിയൊരു പണി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും വലിയ തറപ്പണിയാണെന്ന് അറിഞ്ഞില്ല. അപ്പൊ ഇത് സംഭവം നമ്മുടെ അഞ്ജലി എപ്പിസോഡിന്റെ അവസാനം വരികയും ഇത് പൊളിച്ചെടുക്കുന്ന ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോഴാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോ ഇത് സംഭവം അഞ്ജലി നാളത്തെ എപ്പിസോഡിൽ പൊളിച്ചടുക്കി നാണം കെടുത്തി വരും കേട്ടോ. ഹരീനെ വയ്ക്കാനും ഫോൺ വിളിച്ച് പറയും, തന്റെ ശിങ്കടികളൊക്കെ ഇവിടെ ഉണ്ട്, എന്തായാലും ഈ നാടകം പൊളിഞ്ഞു കിട്ടാവുന്ന രീതിയിൽ പറയുകയൊക്കെ ചെയ്യുമായിരിക്കും കേട്ടോ. അപ്പൊ വയ്ക്കാൻ ചിലപ്പോ രാഘവനുണ്ണിനെ ആയിരിക്കും വിളിച്ച് പറഞ്ഞത്, താനാണ് ഇവരെ പറഞ്ഞു വിട്ടതെന്നൊക്കെ പറഞ്ഞു മിക്കവാറും രാഘവനുണ്ണിയോടും ആയിരിക്കാം പറയുന്നത്. അതായിരിക്കും രാഘവനുണ്ണിക്ക് ഇത്രയ്ക്ക് കലിപ്പ് കയറിയത് കേട്ടോ. എന്താണെങ്കിലും രാഘവനുണ്ണിക്ക് അത്രയധികം ദേഷ്യം വന്നു. ഇത്രയും വലിയൊരു മണ്ടത്തരം ഈ ഹരി ചെയ്തു വെക്കുമെന്ന് സത്യം പറഞ്ഞാൽ പുള്ളി വിചാരിച്ചിട്ടില്ല കേട്ടോ. രണ്ടാമതായിട്ട് ഇന്നത്തെ പ്രൊമോയിൽ കാട്ടിയ സീൻ എന്ന് പറയുന്നത്, നമ്മുടെ അഭിലാഷ് അനുപമയായിട്ട് ഒരു കൊമ്പ് കുറക്കൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പണത്തിന് ഇപ്പോൾ അഞ്ജലിക്ക് ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അഭിലാഷ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ തന്നെ അഭിലാഷ് അനുപമയായിട്ട് വെല്ലുവിളിച്ചിരുന്നു, ആ പൈസ വേണമെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം കാശ് എടുത്ത് കൊടുക്കുന്നു എന്ന് വെല്ലുവിളി നടത്തുകയുണ്ടായി. പക്ഷെ പുള്ളി ഈ പണിക്ക് ഇറങ്ങുന്ന ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ഈ രണ്ടാമത് വന്ന പ്രമാണം സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് പുള്ളി സ്വന്തം പൈസ എടുത്തുകൊണ്ട് അഞ്ജലിക്ക്, അതായത് ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കി ആ പൈസ എടുത്തുകൊണ്ട് വന്നിട്ട് അഞ്ജലിക്ക് കൊടുക്കുകയാണ്, അച്ഛന്റെ ചികിത്സ ആവശ്യത്തിന് എടുക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ അത് കണ്ടപ്പോ അപ്പൊ അഞ്ജലി അത് പുള്ളീനെ എന്താ പറയാ, എനിക്ക് അനുപമയുടെ ഭർത്ത വീട്ടിൽ നിന്ന് ഒരു 5 പൈസ ആവശ്യമില്ല, ഇതുകൊണ്ട് അഭിലാഷേട്ടൻ ഉടൻ തന്നെ തിരിച്ചു പോകണം, ഉടൻ തന്നെ അഭിലാഷേട്ടൻ ഇവിടെ നിന്ന് പോയി തന്നാൽ മതി എന്ന രീതിയിൽ അഞ്ജലി പറയുന്ന ഒരു സീനാണ് രണ്ടാമത് സീന് നമ്മുടെ പുറമേൽ കണ്ടത് കേട്ടോ. അപ്പോ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. കാരണം അഭിലാഷ് എത്രത്തോളം അഞ്ജലിനെ ഇപ്പോഴും മനസ്സിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. പുള്ളിയുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ മുറിവേറ്റ് ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് അല്ലെ എന്തൊക്കെ പറഞ്ഞാലും. കാരണം പുള്ളിക്ക് ഇപ്പോഴും എത്രത്തോളം സ്നേഹം അഞ്ജലിയോടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. അപ്പോ അതുകൊണ്ടാണ് പുള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കി ഇത്രയും വലിയൊരു എമൗണ്ട് പുള്ളി കൊണ്ടുപോയിട്ട് ഇത്ര ഇതോട് കൂടിയിട്ട് അഞ്ജലിയുടെ കയ്യിൽ കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അഞ്ജലിക്ക് അത് സ്വീകരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം അഞ്ജലി നോക്കുമ്പോൾ തന്റെ ശത്രുവായ രാഘവനുണ്ണിയുടെ വീട്ടിൽ നിന്നുള്ള പൈസയാണ്. ആ പൈസ എന്താണെങ്കിലും തൊടാനായിട്ട് അഞ്ജലിക്ക് പറ്റത്തില്ല. പക്ഷെ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് അഞ്ജലിക്ക് അഭിലാഷിനോട് പെരുമാറാമായിരുന്നോ എന്നൊന്നും എനിക്ക് തോന്നി കേട്ടോ. കാരണം പുള്ളിയുടെ ഒരു അറിയാലോ, പുള്ളി ചതിക്കപ്പെട്ടതാണെന്നുള്ള കാര്യമൊക്കെ അറിയാലോ. അപ്പൊ പുള്ളിയുടെ ഒരു മനസ്സും കൂടി ഒന്ന് കാണേണ്ടതല്ലേ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി. എന്താണെങ്കിലും അഭിലാഷും അഞ്ജലിയും നമ്മൾ ഈ ഒരു സീനും കൂടെ പ്രൊമോയിൽ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രൊമോ തന്നെയായിരുന്നു വന്നത്. നാളത്തെ എപ്പിസോഡും അത്യാവശ്യം നല്ലൊരു എപ്പിസോഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരും കതിരി ഇന്നത്തെ എപ്പിസോഡ് ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയി. എന്താണെങ്കിലും നാളെ എപ്പിസോഡ് റിവ്യൂസായിട്ട് നമ്മൾ വരുന്നതാണ്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.